രാത്രി കിടക്കാൻ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ അടുക്കളയുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും വീട്ടിൽ പണം നിൽക്കുന്നില്ല, എപ്പോഴും കടബാധ്യതകൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും കാരണങ്ങളില്ലാതെ ഉണ്ടാകുന്ന വഴക്കുകൾ, സമാധാനമില്ലായ്മ എന്നിവ നിങ്ങൾ നേരിടുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമ്മുടെ തലവരെയാണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യദോഷമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ ഹൃദയഭാഗമായ അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകളാണ് ഈ വലിയ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്നത്. നമ്മുടെ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുക്കള. അവിടെ നിന്നാണ് നമുക്ക് ജീവിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം അന്നപൂർണേശ്വരിയുടെ വാസസ്ഥലമാണ് അടുക്കള. ചാണക്യനീതിയിലും വാസ്തുശാസ്ത്രത്തിലും അടുക്കളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെയോ കുടുംബത്തിന്റെയോ സാമ്പത്തിക നിലയും ആരോഗ്യവും മനസമാധാനവും അവരുടെ അടുക്കളയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ ലക്ഷ്മിദേവി എപ്പോഴും വൃത്തിയുള്ളതും ശാന്തവുമായ സ്ഥലങ്ങളിലാണ് വസിക്കാൻ ആഗ്രഹിക്കുന്നത്. രാത്രിയിൽ അടുക്കളയിൽ നമ്മൾ വരുത്തുന്ന ചില അശ്രദ്ധകൾ ലക്ഷ്മിദേവിയെ കോപിപ്പിക്കുകയും തൽഫലമായി ദാരിദ്ര്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നുവരികയും ചെയ്യും. പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയാലും രാത്രിയിലെ ഈ ചെറിയ തെറ്റുകൾ ആ സമ്പത്തിനെ മുഴുവൻ ഇല്ലാതാക്കും. ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. രാത്രിയിൽ അടുക്കളയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നോക്കാം. അത് മറ്റൊന്നുമല്ല, രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിനുശേഷം എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ അടുക്കളയിൽ തന്നെ സൂക്ഷിക്കുന്ന ശീലമാണ്. ഇന്നത്തെ കാലത്ത് മിക്കവരും ജോലി തിരക്കുകൾ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം കഴിഞ്ഞാലുടൻ പാത്രങ്ങൾ സിങ്കിലിട്ട് പിറ്റേന്ന് രാവിലെ കഴുകാമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങാൻ പോകും. എന്നാൽ ഇത് എത്രത്തോളം അപകടകരമാണെന്ന് പലർക്കും അറിയില്ല. ചാണക്യനീതി പ്രകാരം രാത്രിയിൽ എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ വെക്കുന്നത് വീട്ടിലേക്ക് നിഷേധാത്മക ഊർജ്ജം ആകർഷിക്കാൻ കാരണമാകും. എച്ചിൽ പാത്രങ്ങളിൽ ബാക്കിയാകുന്ന ഭക്ഷണസാധനങ്ങൾ രാത്രി മുഴുവൻ അവിടെ കിടക്കുമ്പോൾ അതിൽ സൂക്ഷ്മജീവികൾ വളരുകയും അത് വീടിന്റെ അന്തരീക്ഷത്തെ മൊത്തത്തിൽ മലിനമാക്കുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്രമനുസരിച്ച് എച്ചിൽ പാത്രങ്ങൾ ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. ലക്ഷ്മിദേവി ഒരിക്കലും അത്തരം വീടുകളിൽ പ്രവേശിക്കില്ല. പകരം ദാരിദ്ര്യത്തിന്റെ ദേവിയായ അലക്ഷ്മി ആ വീട്ടിൽ വാസമുറപ്പിക്കും. അലക്ഷ്മി പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, കുടുംബകലഹങ്ങൾ എന്നിവ പതിവാകും. അതുമാത്രമല്ല, എച്ചിൽ പാത്രങ്ങൾ രാത്രി മുഴുവൻ വെക്കുന്നതുവഴി അന്നപൂർണേശ്വരിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഭക്ഷണം നൽകുന്ന ദേവിയെ അപമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് ആ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുക? അതിനാൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും രാത്രി കിടക്കുന്നതിനു മുൻപ് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലൂടെ നിങ്ങളുടെ വീട്ടിൽ നല്ല ഊർജ്ജം നിറയുകയും ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഉണ്ടാകുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തെറ്റ് രാത്രിയിൽ അടുക്കള അടിച്ചുവാരുകയോ അടിച്ചുകൂട്ടി ചപ്പുചവറുകൾ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്നതാണ്. പാത്രങ്ങൾ കഴുകിവെക്കുന്നത് നല്ലതാണെങ്കിലും രാത്രിയിൽ തറ അടിച്ചുവാരുന്നത് വാസ്തുശാസ്ത്രപ്രകാരവും ചാണക്യനീതിപ്രകാരവും വലിയ തെറ്റായാണ് കണക്കാക്കുന്നത്. സൂര്യാസ്തമയത്തിനു ശേഷം വീടോ അടുക്കളയോ അടിച്ചുവാരുന്നത് വീട്ടിലെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും പടികടത്തിവിടുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. പണ്ടുള്ളവർ പറയും സന്ധ്യ കഴിഞ്ഞാൽ ചൂല് തൊടാൻ പാടില്ലാന്ന്. ഇതിനു പിന്നിലെ ശാസ്ത്രീയവും വിശ്വാസപരവുമായ കാരണമെന്താണെന്ന് വെച്ചാൽ, പകൽ മുഴുവൻ നമ്മുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഊർജ്ജത്തെ രാത്രിയിൽ നമ്മൾ അടിച്ചു പുറത്തു കളയുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പകരം രാവിലെ എഴുന്നേറ്റയുടൻ അടുക്കള വൃത്തിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രാത്രിയിൽ ഭക്ഷണം താഴെ വീഴുകയോ മറ്റോ ചെയ്താൽ ഒരു തുണി വെച്ച് പതുക്കെ ഒപ്പിയെടുക്കുകയോ തുടച്ചുമാറ്റുകയോ ചെയ്യാം. അല്ലാതെ ഒരിക്കലും ചൂലുപയോഗിച്ച് അടിച്ചുവാരി പുറത്തേക്ക് കളയാൻ പാടില്ല. നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യവുമാണ് നിങ്ങൾ ഇതിലൂടെ പുറത്തേക്ക് കളയുന്നത് എന്നെപ്പോഴും ഓർക്കുക. മൂന്നാമത്തെ തെറ്റ് അടുക്കളയിലെ വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ രാത്രിയിൽ മുഴുവനായും കാലിയാക്കി വെക്കുന്നതാണ്. ജലം എന്നത് സമ്പത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. പുരാതന കാലം മുതൽ തന്നെ ജലത്തെ ജീവന്റെയും ഐശ്വര്യത്തിന്റെയും അടിസ്ഥാനമായി കണ്ടിരുന്നു. നിങ്ങളുടെ അടുക്കളയിൽ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ പാത്രങ്ങളോ കുടങ്ങളോ രാത്രിയിൽ പൂർണ്ണമായും കാലിയാക്കി വെക്കുന്നത് സമ്പത്ത് വറ്റിപ്പോകുന്നതിന്റെ ലക്ഷണമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും പൂർണ്ണമായി ശൂന്യമായ പാത്രങ്ങൾ അടുക്കളയിലുണ്ടാകാൻ പാടില്ല. കുറഞ്ഞത് ഒരു പാത്രത്തിലെങ്കിലും രാത്രിയിൽ നിറയെ വെള്ളം വെച്ചിരിക്കണം. ഇത് വീട്ടിലെപ്പോഴും സമൃദ്ധി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ സിങ്കിൽ നിന്നോ പൈപ്പിൽ നിന്നോ രാത്രിയിൽ വെള്ളം ഇറ്റിറ്റ് വീഴുന്നതും വലിയ ദോഷമാണ്. പൈപ്പിൽ നിന്ന് വെള്ളം ലീക്കാകുന്നത് വീട്ടിൽ നിന്നുള്ള പണച്ചോർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അനാവശ്യമായി ചിലവായി പോകും. അതിനാൽ പൈപ്പുകളിൽ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. രാത്രി കിടക്കുന്നതിനു മുൻപ് കുടിവെള്ളത്തിന്റെ പാത്രത്തിൽ കുറച്ചെങ്കിലും വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, രാത്രിയിൽ ഒരിക്കലും ഭക്ഷണസാധനങ്ങൾ, പ്രത്യേകിച്ച് പാൽ, തൈര് അല്ലെങ്കിൽ പാകം ചെയ്ത മറ്റു ഭക്ഷണങ്ങൾ തുറന്നുവെച്ച് കിടക്കാൻ പാടില്ല.
ഇത് ആരോഗ്യപരമായും വിശ്വാസപരമായും വളരെ വലിയ തെറ്റാണ്. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ തുറന്നുവെക്കുന്ന ഭക്ഷണത്തിൽ രാത്രിയിൽ പ്രാണികളോ പല്ലികളോ വീഴാൻ സാധ്യതയുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്നാൽ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ തുറന്നുവെച്ച ഭക്ഷണം നെഗറ്റീവ് ഊർജ്ജത്തെ വളരെ വേഗത്തിൽ ആകർഷിക്കും. അദൃശ്യമായ ദുഷ്ടശക്തികൾ അത്തരം ഭക്ഷണത്തിലേക്ക് ആവേശിക്കുമെന്നാണ് വിശ്വാസം. പിറ്റേന്ന് രാവിലെ ആ ഭക്ഷണം കഴിക്കുന്നവരിലേക്ക് ഈ ഊർജ്ജം പ്രവേശിക്കുകയും അവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തിയുടെ ചിന്തകൾ ശുദ്ധമാണെങ്കിൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. ചിന്തകൾ മലിനമാകാൻ നമ്മുടെ ആഹാരം ഒരു പ്രധാന കാരണമാണ്. അതിനാൽ ബാക്കിവരുന്ന ഭക്ഷണം എപ്പോഴും അടച്ചുറപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കുകയോ കൃത്യമായി അടച്ചുവെക്കുകയോ ചെയ്യുക. പാൽ ഒരിക്കലും രാത്രിയിൽ അടുക്കളയിൽ തുറന്നുവെക്കരുത്. പാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. തുറന്നുവെച്ച പാൽ വീട്ടിലെ അംഗങ്ങളുടെ മാനസിക സമാധാനത്തെ കെടുത്തുമെന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത്. അഞ്ചാമത്തെ കാര്യം, പാചകം ചെയ്യുന്ന ഗ്യാസ് സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് വൃത്തിയാക്കാതെ ഇടുന്നതാണ്. അടുപ്പിലാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. അഗ്നിദേവന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ഭക്ഷണം പാകം ചെയ്തതിനു ശേഷം അടുപ്പിൽ ചിതറിത്തെറിച്ച എണ്ണയും ഭക്ഷണ അവശിഷ്ടങ്ങളും രാത്രി മുഴുവൻ അങ്ങനെ തന്നെ കിടക്കാൻ അനുവദിക്കുന്നത് അഗ്നിദേവനെയും അന്നപൂർണേശ്വരിയെയും ഒരുപോലെ അനാദരിക്കുന്നതാണ്. അടുപ്പ് എന്നത് വീടിന്റെ സാമ്പത്തിക ഭദ്രതയുടെ പ്രതീകമാണ്. അത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. രാത്രി കിടക്കുന്നതിനു മുൻപ് അടുപ്പൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് നന്നായി തുടച്ചു വൃത്തിയാക്കണം. അടുപ്പ് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സന്തോഷവും ഊർജ്ജവും ലഭിക്കും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വൃത്തികെട്ട അടുക്കള കാണുന്നത് നമ്മുടെ അന്നത്തെ ദിവസത്തെ മുഴുവൻ മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കും. ദിവസം തുടങ്ങുന്നത് തന്നെ ഒരുതരം മടുപ്പോടെയാണെങ്കിൽ ആ ദിവസം ചെയ്യുന്ന ജോലികളിൽ എങ്ങനെയാണ് വിജയം കണ്ടെത്താൻ കഴിയുക? ചാണക്യൻ എപ്പോഴും ഊന്നിപ്പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ പ്രഭാതം എത്രത്തോളം ഊർജ്ജസ്വലമാണോ അത്രത്തോളം വിജയകരമായിരിക്കും അയാളുടെ ആ ദിവസം. ആ ഊർജ്ജസ്വലത ലഭിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ, പ്രത്യേകിച്ച് അടുക്കള, വളരെ വൃത്തിയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും വരുന്നത് കേവലം ഭാഗ്യം കൊണ്ടല്ല. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രം എന്നത് കേവലമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രകൃതിയുടെ ഊർജ്ജത്തെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാം എന്നു പഠിപ്പിക്കുന്ന ഒരു പുരാതന ശാസ്ത്രമാണ്. അടുക്കള എന്നത് ഒരു വീടിന്റെ പവർ ഹൗസാണ്. അവിടെ നിന്നാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ സ്ഥലം എത്രത്തോളം പവിത്രമായി സൂക്ഷിക്കുന്നുവോ അത്രത്തോളം നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പല വീടുകളിലും കാണുന്ന മറ്റൊരു പ്രവണതയാണ് രാത്രിയിൽ അടുക്കളയിൽ വെച്ച് വഴക്കിടുകയോ കരയുകയോ ചെയ്യുന്നത്. അടുക്കളയിൽ നിന്ന് ഭക്ഷണം പാകം ചെയ്യുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒരിക്കലും മോശമായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇതിന് കാരണമുണ്ട്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് വലിയ ഊർജ്ജമുണ്ട്. ദേഷ്യവും സങ്കടവുമെല്ലാം അടുക്കളയിലെ അന്തരീക്ഷത്തിൽ നിറയുകയും ആ സമയത്ത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്ക് ആ ഊർജ്ജം പകരുകയും ചെയ്യും. ഈ ഭക്ഷണം കഴിക്കുന്ന കുടുംബാംഗങ്ങളിൽ അത് ദേഷ്യവും നിരാശയുമുണ്ടാക്കും. അതുകൊണ്ടുതന്നെ രാത്രിയിൽ, പ്രത്യേകിച്ച് അടുക്കളയിൽ വെച്ച്, യാതൊരു വിധത്തിലുമുള്ള തർക്കങ്ങൾക്കും നിൽക്കരുത്. ചാണക്യനീതി പറയുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നത് ആ കുടുംബത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് എന്നാണ്. അടുക്കള ഒരു യുദ്ധക്കളമായി മാറിയാൽ പിന്നെ ആ വീട്ടിൽ ഒരിക്കലും സമ്പത്ത് നിലനിൽക്കില്ല. ലക്ഷ്മീദേവി സമാധാനമുള്ളിടത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കണം. രാത്രിയിൽ അടുക്കളയിൽ മൂർച്ചയുള്ള ആയുധങ്ങൾ, അതായത് കത്തി, കത്രിക പോലുള്ളവ പുറത്തു കാണുന്ന രീതിയിൽ വെക്കരുത്. ഇവ ഉപയോഗിച്ചതിനു ശേഷം കൃത്യമായി അവയുടെ സ്ഥാനങ്ങളിൽ എടുത്തുമാറ്റിവെക്കണം. മൂർച്ചയുള്ള വസ്തുക്കൾ പുറത്തു വയ്ക്കുന്നത് വീടിനുള്ളിൽ ശത്രുത വർദ്ധിപ്പിക്കാനും കുടുംബാംഗങ്ങൾക്കിടയിൽ അകൽച്ചയുണ്ടാകാനും കാരണമാകുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഉപ്പ്, എണ്ണ തുടങ്ങിയ സാധനങ്ങൾ ഒരിക്കലും അടുക്കളയിൽ പൂർണ്ണമായും തീർന്നുപോകാൻ അനുവദിക്കരുത്. ഉപ്പ് പൂർണ്ണമായും തീർന്നുപോകുന്നത് സാമ്പത്തിക തകർച്ചയുടെ ലക്ഷണമായാണ് കണക്കാക്കുന്നത്. ഉപ്പിൽ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ രാത്രിയിൽ ഉപ്പ് പാത്രത്തിൽ നിന്ന് പൂർണ്ണമായും തീർന്നിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ അത് വാങ്ങി നിറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചാണക്യനീതിയിലെ തത്വങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സമഗ്രമായി വിലയിരുത്തുന്നവയാണ്. സാമ്പത്തിക അച്ചടക്കം, ധാർമ്മിക മൂല്യങ്ങൾ, ജീവിതചര്യകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സമ്പത്ത് സമ്പാദിക്കുക എന്നത് മാത്രമല്ല, അത് നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചാണക്യൻ പറയുന്നു. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ കൈകളിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം അതിന് അനുകൂലമായിരിക്കണം. പലപ്പോഴും നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളായിരിക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ വയ്ക്കുമ്പോൾ അത് വെറുമൊരു അലസതയായി മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആലസ്യമുണ്ട്. നാളത്തെ കാര്യം നാളെ നോക്കാം എന്ന ആ മനോഭാവം പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലേക്കും വ്യാപിക്കും. ജോലികൾ കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക,
ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക തുടങ്ങിയ സ്വഭാവങ്ങൾ നമ്മളിൽ രൂപപ്പെടാൻ ഈ ചെറിയ അലസതകൾ കാരണമാകും. അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാകില്ല എന്നാണ് ചാണക്യൻ വ്യക്തമാക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന വീട് നമ്മുടെ സാമ്രാജ്യമാണ്. അതിലെ പ്രധാനപ്പെട്ട അറയാണ് അടുക്കള. അത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതത്തിലെ വലിയ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? രാത്രിയിൽ അടുക്കളയിൽ പാലിക്കേണ്ട മറ്റൊരു സുപ്രധാന നിയമം പൂർണ്ണമായ അന്ധകാരം അടുക്കളയിലാകാൻ പാടില്ല എന്നതാണ്. ഒരു ചെറിയ വെളിച്ചമെങ്കിലും കത്തിച്ചുവെക്കുന്നത് ഇരുട്ടിന്റെ ഊർജ്ജത്തെ അകറ്റി നിർത്താൻ സഹായിക്കും. വെളിച്ചമെന്നത് പ്രത്യാശയുടെയും വിജയത്തിന്റെയും പ്രതീകമാണ്. ഇരുട്ട് ദാരിദ്ര്യത്തിന്റെയും അജ്ഞതയുടെയും പ്രതീകമാണ്. അതുപോലെ തന്നെ കുളിക്കാതെ അല്ലെങ്കിൽ വൃത്തിയില്ലാതെ രാത്രിയിൽ അടുക്കളയിൽ കയറരുത്. പുറത്തുനിന്നും നമ്മൾ കൊണ്ടുവരുന്ന അഴുക്കും ക്ഷീണവും നേരെ ഭക്ഷണത്തിലേക്കും അടുക്കളയിലേക്കും പടരാൻ ഇത് കാരണമാകും. ശാരീരികമായ ശുദ്ധി പോലെ തന്നെ പ്രധാനമാണ് മാനസികമായ ശുദ്ധിയും. നല്ല ചിന്തകളോടെ വേണം അടുക്കളയിൽ പ്രവേശിക്കാൻ. നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നമ്മുടെ സ്നേഹവും കരുതലും അടങ്ങിയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ഊർജ്ജം. ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. എങ്കിലും കഴിയുന്നത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കണം. രാത്രിയിലെ അലസത മാറ്റിവെച്ച് കുറച്ചു സമയം അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങൾക്കും സമാധാനത്തിനും കാരണമാകും. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ പോലും വൃത്തിയുള്ള ഒരു അടുക്കള രോഗങ്ങളെ അകറ്റി നിർത്തുന്നു. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അസുഖങ്ങൾ വരുന്നൊരു വീട്ടിൽ ചികിത്സയ്ക്കായി വലിയൊരു തുക ചിലവാകും. അത് സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കും. അതുകൊണ്ടുതന്നെ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളുമെല്ലാം അടിസ്ഥാനപരമായി നമ്മുടെ ആരോഗ്യത്തെയും സാമ്പത്തിക ഭദ്രതയെയും സംരക്ഷിക്കാൻ വേണ്ടി പഴയകാലത്തെ ഋഷിമാരും പണ്ഡിതന്മാരും ഉണ്ടാക്കിവെച്ച നിയമങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും ഒരുപക്ഷെ കാരണം ഈ പറഞ്ഞ ചെറിയ തെറ്റുകളായിരിക്കാം. ഇന്നു മുതൽ തന്നെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് കുറച്ചു സമയം ചിലവാക്കി പാത്രങ്ങളെല്ലാം കഴുകിവെക്കുക. അടുപ്പും തറയും വൃത്തിയാക്കുക. കുടിക്കാനുള്ള വെള്ളം പാത്രത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണസാധനങ്ങൾ കൃത്യമായി അടച്ചുവെക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സമാധാനം അനുഭവപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പോസിറ്റീവ് ഊർജ്ജം വീട്ടിൽ നിറയുമ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിവരും. കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും ഒഴുകിയെത്തും. അച്ചടക്കമുള്ള പ്രവൃത്തികളിലൂടെ മാത്രമേ ജീവിതത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ എന്ന ചാണക്യന്റെ അമൂല്യമായ വാക്കുകൾ എപ്പോഴും ഓർമ്മിക്കുക. ആ വലിയ മാറ്റം ഇന്നീ രാത്രിയിൽ നിങ്ങളുടെ സ്വന്തം അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.